സനീഷ്, 2 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വളരെ വലിയ ആവേശത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ മുന്നണികളും പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. 2 മാസം നീണ്ടുനിന്ന പ്രചാരണങ്ങൾ കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ വളരെ ആവേശപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇപ്പോൾ സമാപനം കുറിക്കാൻ പോകുന്നത്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 11 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമെന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. ഇരവിപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M നൌഷാദിന്റെ പ്രചാരണമാണ്. പ്രചാരണത്തിന് തൊട്ടു പിന്നാലെ കടന്നു പോകുന്ന വാഹനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകരെ കോരിത്തെരിപ്പിക്കുന്ന, ആവേശത്തിലാക്കുന്ന അനൗൺസ്മെന്റുകളും അതിന് തൊട്ടുപിറകെ ആവേശം പകർന്നുകൊണ്ടുള്ള വാഹന പ്രചാരണവും ബൈക്ക് റാലികളും ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരവിപുരം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവേശപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ് UDF സ്ഥാനാർത്ഥി AA അസീസും LDFന്റെ സ്ഥാനാർത്ഥി M നൌഷാദും തമ്മിലുള്ളത് എന്നതാണ് സവിശേഷമായ ഒരു കാര്യം. ഈ പോരാട്ടം കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാഴ്ചയാണ് ഒരുപക്ഷെ കലാശക്കൊട്ടിലേക്ക് കടക്കുമ്പോൾ ഇരവിപുരത്ത് നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പോരാട്ടം പുരോഗമിക്കുമ്പോൾ അല്പം ഉമ്മയലൂർ എന്ന് പറയുന്ന ഇരവിപുരം മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ പരിപാടികൾക്കാണ് ഇപ്പോൾ LDF തുടക്കം കുറിച്ചിരിക്കുന്നത്. അല്പം കൂടി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള 2 അങ്ങാടികളിലൂടെയുള്ള പ്രചാരണങ്ങൾക്ക് ശേഷം കൊല്ലം ചിന്നക്കട ടൗണിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. AA അസീസിന്റെ പ്രചാരണ വണ്ടികൾ കൂടി അല്പം കഴിയുന്നതോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ നിന്ന് പ്രയാണമായി ചിന്നക്കട കൊല്ലം ടൗണിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വളരെ ആവേശപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇപ്പോൾ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 11 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇരവിപുരത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. സനീഷ്.